ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അത് ലവർ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ സത്യാവസ്ഥ എന്താണ്? നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ എന്താണ്? ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് വേണം തിങ്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായും ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചും അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചും നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക. ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ ഷെയർ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ദുഃഖഭാരത്താൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളെ വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ തികച്ചും ഒറ്റപ്പെട്ട് നിൽക്കുന്നു. നിങ്ങൾ ആ ഒരു ലോൺലിനെസ്, ഒരു ഏകാന്തതയിൽ നിങ്ങൾ വളരെയധികം വേദനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തികളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ സ്നേഹക്കുറവ് കൊണ്ടല്ല. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടും പല പല കാരണങ്ങളാൽ നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടാതെ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്നു. നിങ്ങളുടെ കൂടെ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ തികച്ചും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പെയിൻഫുൾ ആയുള്ള സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം വേണമെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിന് വളരെയധികം ആഗ്രഹമുള്ളതായി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഫിസിക്കലി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് പകുതി വരെ എത്തുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിനെ വീണ്ടും ഈ ഒരു വേദന കാർന്ന് തിന്നുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ടും ഈ ഒരു സിറ്റുവേഷനെ
ഫേസ് ചെയ്ത് അതിനെ ഒന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. നിങ്ങളൊരു പകുതി വഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചു കൊണ്ടിരുന്ന സമയത്ത് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ ആ സ്നേഹം മുഴുവനും ആത്മാർത്ഥമായി തന്നെ അവർക്ക് നൽകിയിരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടുമുട്ടേണ്ടിയിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു. നിങ്ങൾ കണ്ടുമുട്ടിയിരുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ ചോദിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വ്യക്തികളുമായി, സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തികളുമായി നിങ്ങൾ കണ്ടുമുട്ടിയിരുന്ന ആ ഒരു മൊമെന്റ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു പക്ഷേ ഒരു സ്റ്റോറി തന്നെ ഉണ്ടായിരിക്കും പറയാൻ. കാരണം നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. നിങ്ങൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ വ്യക്തികളായിരിക്കും ഒരു പക്ഷേ. ഒരിക്കലും ഒരു പ്രീ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ പഠിച്ചിരുന്നവരോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങളൊരു ഡിവൈൻ ടൈമിൽ എവിടെയെങ്കിലും വെച്ച് യാദൃശ്ചികമായി ഒരു കണ്ടുമുട്ടുകയും അവിടെ നിന്ന് ഒരു സ്നേഹബന്ധം ചെയ്യുകയും ചെയ്ത രണ്ട് വ്യക്തികളായിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ ആയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക എന്നുള്ളത് നിങ്ങളുടെ നിയോഗമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് മുൻ ജന്മത്തിൽ എവിടെയോ നിങ്ങൾ കണ്ടുമുട്ടിയ ഒരു വ്യക്തി, നിങ്ങളും അവരുമായിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയില്ലാതെ നിന്നുപോയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ അതിന്റെ തുടർച്ച എന്നോണമാണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നത്. നിങ്ങൾ അവരെ കണ്ടുമുട്ടുക എന്നുള്ളതും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളതുമെല്ലാം ഒരു ഡിവൈൻ തീരുമാനമായിരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. മേ ബി നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, നിങ്ങളും അവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു പക്ഷെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം, ഇവരെ എവിടെയോ കണ്ടു മറന്നത് പോലെയാണല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഇവരുമായിട്ട് ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു അകന്നിരിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ പൂർണ്ണമായും അവസാനിച്ചു പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഹസ്ബൻഡ് വൈഫോ എന്നാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ഒരു ഡിവോഴ്സ് സ്റ്റേജിൽ നിൽക്കുന്നവരായിരിക്കാം. നിങ്ങൾ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വേദനയിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് എത്തുമ്പോഴേക്കും വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ പോവുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയാണ്. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണം, നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ചില സമയത്ത് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ മറ്റു ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ വളരെ ഭയങ്കര പവർഫുൾ ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു തീരുമാനം എടുത്ത് ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്.
കാരണം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേദന എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലമായിട്ടാ കാണുന്നത്. നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. അതിന് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവും. ഈ വേദനകൾക്കെല്ലാം ഒരു അവസാനമാണ് ഉണ്ടാവുന്നത്. അല്ലാതെ വേദനകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള മാറ്റം എന്നല്ല, നിങ്ങളുടെ വേദനകൾക്കെല്ലാം പൂർണ്ണമായും ഒരു അവസാനം ഉണ്ടായിട്ട് അവിടെ നിന്നും നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കും. അതാണ് നിങ്ങളുടെ കർമ്മയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊരു മാറ്റം പൂർണ്ണമായും സംഭവിക്കും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളിൽ പല വ്യക്തികളും ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചും ഒക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുമുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന് നിങ്ങൾ പലർക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. ചില ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കാം. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് കുറേയധികം വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇതെല്ലാം അനുഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടിയിരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുമെന്ന് അറിയില്ല. നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടേത് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ കണ്ടുമുട്ടേണ്ടിയിരുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഇതെല്ലാം അനുഭവിക്കേണ്ടിയിരുന്ന വ്യക്തികളാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇതിനൊരു അവസാനം വരുന്നുണ്ട്. ആ ഒരു അവസാനം അല്ലെങ്കിൽ ഒരു റീബർത്ത്, ഈ വേദനകളുടെ അവസാനം അല്ലെങ്കിൽ റീബർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ അരികിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളുമായിട്ട് ആ ഒരു കണ്ടുമുട്ടാനുള്ള ആ ഒരു ചെറിയ തടസ്സം മാത്രമാണ് നിങ്ങളിൽ നിൽക്കുന്നത്. അതിലിപ്പോ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് ബന്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഒരു പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. നിങ്ങളുടെ മനസ്സിനെ പോലും പല സമയങ്ങളിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും വളരെ വേദനയാണ് മനസ്സിന്. മനസ്സിന് ഒരു രീതിയിലും സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു വേദനയിലൂടെ അവരും കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. നിങ്ങളുടെ രണ്ട് പേഴ്സൺസിന്റെ ഒരു മനസ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരെക്കാൾ കൂടുതൽ വേദന നിങ്ങളാണ് അനുഭവിക്കുന്നത്. കാരണം നിങ്ങളാണ് അത് അനുഭവിക്കേണ്ടത്. നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു വേദനയാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളിൽ പലർക്കും നെഞ്ചിൽ വല്ലാത്ത ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു ഭാരത്തിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ താങ്ങാവുന്നതിലധികം ഭാരം നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ
ഒരുപാട് വേദനകൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പോലും നിങ്ങൾക്കൊരു correct ആയിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതിന്റെ ഒരു കാരണം നിങ്ങളുടെ ഒരു കർമ്മഫലമാണ്. നിങ്ങളിൽ പല വ്യക്തികളും ഒരുപക്ഷേ ഈ ഒരു ലൈഫിന്റെ മുന്നോട്ടുള്ള ജേർണിയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷന് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടിയിരുന്ന ഒരു കർമ്മഫലമാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും അവരെ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റാത്തതും. കാരണം അവർക്കൊരിക്കലും നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. കാരണം അവർ നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അവര്. അവർക്കൊരിക്കലും നിങ്ങളെ പിരിഞ്ഞ് പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി സാധിക്കാത്ത വ്യക്തികളാണ്. കാരണം നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ദൈവികമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരിക്കലും മനുഷ്യരായ നിങ്ങൾക്ക് അതിനെ മുറിച്ച് മാറ്റാൻ സാധിക്കില്ല. എങ്ങനെയൊക്കെ നിങ്ങൾ അത് മുറിച്ച് മാറ്റിയാലും വീണ്ടും നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള യാത്ര തിരിച്ചു കഴിഞ്ഞു. അവരിൽ പരിവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. അവരിൽ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അവർ നിങ്ങളിലേക്കുള്ള ഒരു യാത്രയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അവരും നിങ്ങളുമായിട്ടുള്ളത് ഒരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അവർ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷങ്ങൾ തന്നുകൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായി, നിങ്ങൾ പ്രതീക്ഷിക്കാതെ. നിങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അതിനൊരു ചാൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതുവരെ അയാൾ വന്നില്ലല്ലോ, ഇത്രയും നാളായി വെയിറ്റ് ചെയ്തിരിക്കുന്നു, വീണ്ടും വീണ്ടും വരും എന്ന് പറയുന്നതല്ലാതെ വരുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ഡിവൈൻ ടൈം ഉണ്ട്. ആ ഒരു ടൈം നിങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടേത് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അതൊരു ദൈവികമായ തീരുമാനമാണ്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തുന്നതാണ്. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്ന മൊമെന്റ് ആയി മാറും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ യൂണിവേഴ്സൽ സപ്പോർട്ടും ഉണ്ടാകും. നിങ്ങളിൽ പലരും ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം പോലും യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആ കണ്ടുമുട്ടിയ ഒരു സ്ഥലം, ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം ഒരു ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈമോ പ്ലേസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങളുടേത് ചിലപ്പോൾ. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ ആയിരിക്കാം. കാരണം നിങ്ങളുടെ ഒരു യൂണിവേഴ്സൽ ടൈമിലാണ് നിങ്ങൾ കണ്ടുമുട്ടിയതും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇനി നിങ്ങൾ റീജോയിൻ ചെയ്യുമ്പോഴും കണ്ടുമുട്ടാൻ പോകുന്നതും. ടവർ കാർഡാ വന്നിരിക്കുന്നത്. കർമ്മബന്ധമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ കാലിടറി വീഴുകയാണ് ചെയ്തത്. ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് കേറാൻ പറ്റാത്തൊരു വീഴ്ച തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ ലൈഫിൽ പല പല ഇൻസിഡൻസ് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 80% അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാം വരുന്നതെല്ലാം തിരിച്ചടികളാണല്ലോ എന്നും പറഞ്ഞ് സ്വയം വേദനിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളുടെ റിപ്പീറ്റേഷൻ,
ഈ ഒരു ജന്മത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത്, അതിന്റെ തിരിച്ചടികൾ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിച്ച് തീർത്തേ മതിയാവുകയുള്ളൂ. അതിൽ നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ അതിന്റെ ഒരു അറ്റം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മാറ്റങ്ങളിലേക്കുള്ള ടൈമാണ്. ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവിധ വേദനകളും അവസാനിച്ച് അവിടെ നിന്നും ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ടൈമാണ് ഇനിയുള്ളത്. നിങ്ങൾ മെഡിറ്റേഷൻ അതുപോലെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ദൈവികമായി വിശ്വസിക്കുന്ന ആൾക്കാർ, നിങ്ങൾ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് നിർത്തരുത്. നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് നിങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിജയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രപഞ്ചവും ഭൂമിയും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു ടൈം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പോകെ പോകെ നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി തുടങ്ങും. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഈ ഒരു കർമ്മഫലം അനുഭവിച്ച് തീരുന്ന നിമിഷം നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വലിയ വലിയ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത്. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു വിഷമകരമായ ഘട്ടം നേരിടേണ്ടതായിട്ട് വരില്ല. കാരണം അത്രത്തോളം വേദന സഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി അവിടെ കിട്ടിയിരിക്കുന്നത്. ജീവിതത്തിൽ ഇനി ഒരു വലിയ വേദനകളൊന്നും സഹിക്കാനില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു റീഡിംഗ് കാണുന്ന ടൈമിൽ പോലും. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ അത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സമയത്ത് പല അവസരങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു നല്ല ജോലി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെ നല്ല നല്ല അവസരങ്ങളും ചീത്ത അവസരങ്ങളും എല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളൊരു ഇരുട്ടിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ചുറ്റും അന്ധകാരം നിറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ചലിക്കാനാവാതെ പൂർണ്ണമായും ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയായിരുന്നു ഇതുവരെയുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് സന്തോഷകരമായ നിമിഷങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമൊത്ത് നിങ്ങളൊരു ലൈഫാണ്, ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ അവരുമായിട്ട് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും അത് നിങ്ങൾക്ക് സാധ്യമാകാൻ വേണ്ടി പോകുന്നു. ഇതിൽ കൂടുതലും നമുക്ക് കാണുന്നത് ഒരു ഫാമിലി കാർഡ് ആയതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി നിങ്ങളൊരു വിവാഹ ജീവിതം തന്നെയായിരിക്കാം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ടൈമില് മിതത്വം പാലിക്കേണ്ട സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മിതത്വം പാലിച്ച് മുന്നോട്ട് പോവുക, വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് പുതുനാമ്പുകൾ ജനിക്കുന്ന സമയമായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുനർജന്മം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ നക്ഷത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പ്രതീക്ഷകൾ, പുതുനാമ്പുകൾ മുളയ്ക്കുന്നു. നിങ്ങളിൽ പലരും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പല പാഠങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തത കൈവന്നിരിക്കുന്നു. നിങ്ങൾ ജീവിതത്തെ കൂടുതൽ കൂടുതൽ പോസിറ്റീവായി കാണാൻ പഠിച്ചിരിക്കുന്നു. അതുപോലെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും എങ്ങനെ ആയിരിക്കണം എന്നുള്ള പൂർണ്ണമായൊരു വ്യക്തത കൈവന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും. ജീവിതം നിങ്ങളെ അത്രത്തോളം ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലർക്കും ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ ഉണ്ടായി കാണാം. നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കാണാം. നിങ്ങൾക്ക് എല്ലാ രീതിയിലും വളരെയധികം ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ രീതിയിലും വളരെയധികം വേദനിപ്പിക്കുന്ന, വളരെയധികം സ്ട്രഗിളിങ് സിറ്റുവേഷൻ കടന്നു വന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കാമോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ധങ്ങൾ അനുഭവിക്കാമോ, അതെല്ലാം നിങ്ങൾ കടന്നു വന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇനി അനുഭവിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷ കൈവരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അവസരം കൈവരാൻ വേണ്ടി പോകുന്നു. ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുകയാണ്. പുതിയ ഒരു ജീവിത യാത്രയുടെ തുടക്കമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് തയ്യാറായിട്ട് ഇരിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്നാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും നിങ്ങളിലേക്ക് തന്നെ നോക്കി നിങ്ങളിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഇരുട്ട് നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷം നിങ്ങളിലേക്ക് മാറി ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ യൂണിവേഴ്സൽ സപ്പോർട്ട്, ഒരു പ്രകാശം, ഒരു സ്വർണ്ണരഹിതമായ പ്രകാശം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു ടൈമിൽ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. കോംപ്രമൈസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുക, കോംപ്രമൈസ് ആവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോംപ്രമൈസ് വരുന്നു. റിമെയിൻ പോസിറ്റീവ്. നിങ്ങൾ ഇനിയും സന്തോഷകരമായ ഒരു മനോഭാവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകൂ എന്നാ പറയുന്നത്. നിങ്ങൾക്കിനി ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു അവസരം വരില്ല. നിങ്ങൾ സന്തോഷത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകൂ. ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങളിപ്പോൾ എന്തിലാണോ പ്രേ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതൊരിക്കലും നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യു ആർ റെഡി എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ തയ്യാറായി ഇരുന്നോളൂ. നിങ്ങളുടെ ടൈം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.